ഹായ് ബീന. രാവിലെ മുതൽ പത്രം ഇട്ട് ആണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. മാമിന്റെ പേരെന്താ? മക്കളെ കണ്ടിട്ടൊക്കെ അങ്ങനെയാണ്. ആവശ്യം വന്നാൽ ഓടി വരും അവര്. ഞാനും എൻ്റെ പാർട്ടിക്കാരും ഞങ്ങൾ ശ്രമിക്കുകയാണ്. നമുക്ക് ജയിച്ച് വന്നേ പറ്റുള്ളൂ. ഈ വാർഡിൻ്റെ വികസനം നമുക്ക് അത്യാവശ്യമാണ്. ഇതിനുണ്ട് CPIക്കാരും BJPക്കാരും എല്ലാം നിന്നിട്ടുണ്ട്. അവരൊന്നും പറയുന്ന വാക്കല്ല ഞങ്ങൾ പറയും. ഞങ്ങൾ വന്നാൽ ഞങ്ങളെല്ലാം അവർക്ക് വേണ്ടി ഞങ്ങൾ 24 മണിക്കൂറും ഞാൻ അവരൊപ്പം കാണും. എല്ലാ ഓരോരുത്തർക്കും എന്നെ അറിയാം. ഞാൻ വന്നു കഴിഞ്ഞാൽ കുടിവെള്ളം നമ്മുടെ ബുദ്ധിമുട്ടാണ്. അത് സർവീസ്, ഒരു ജിമ്മ്, ഞങ്ങളെ കയ്യിൽ ഒരുപാട് ആശയങ്ങൾ ഞങ്ങളിലുണ്ട്. അതെല്ലാം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിറവേറ്റിയിരിക്കും. എല്ലാ പാർട്ടിക്കാരും പറയുമ്പോഴത്തെ വാക്കല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നിവാസികളും എനിക്ക് ഒരു പ്രാവശ്യം ഏറ്റവും ജീവിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ആവശ്യം. എൻ്റെ പാർട്ടിക്കാരെ ആവശ്യമാണ്. അവർക്കൊപ്പം 24 മണിക്കൂർ അറിയാതെ ഉറക്കടങ്ങ് വാങ്ങിച്ചു വെച്ചു. ഒരുപാട് നാളായി അല്ല അടിയപ്പുറത്തല്ലേ കളഞ്ഞത് സാർ. അവിടെയാണ് ഇപ്പോഴും അവിടെയാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. കയ്യിലൊക്കെ പിടിച്ച് ശാക്കല്ലേ കൊടുക്കും. രാജുവാണ് വീട് കാണിച്ചത്. സാറേ സാർക്ക് നോക്കിയോളേ. സാർക്ക് അതൊക്കെ സമാധാനം. ഇവിടെ എന്റെ മനസ്സിൽ ധാരണ സാർ അവിടെയാണെന്ന്. ഞാൻ സാർക്ക് കുഴിച്ച് വീരമ്മ ഇപ്രാവശ്യം എനിക്ക് തരണം. എല്ലാ പ്രാവശ്യവും വേറെ ആൾക്കാരെയൊക്കെ നോക്കി. ഇപ്രാവശ്യം കോൺഗ്രസിന് വന്ന് നമ്മളെ വികസനം എങ്ങനെയാണ് നോക്കണം കേട്ടോ. കൈപ്പറ്റിയാണ് നമ്മുടെ ചിഹ്നം. എല്ലായിടത്തും പറയണം. വിജയിപ്പിക്കണല്ലേ ഇപ്രാവശ്യം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. ഞാനും കൂടെ ഉണ്ട്. മാമിന്റെ പേരെന്താണ്? എൻ്റെ പേര് ബീന പി നായരാണ്. നെടുങ്കാട് വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ്. നമ്മുടെ ചിഹ്നം കൈപ്പത്തിയാണ്. കൈപ്പത്തിയെ ഈ പ്രാവശ്യം നമുക്ക് വിജയിപ്പിക്കണം. അതിനുവേണ്ടി ഞാനും എൻ്റെ പാർട്ടിക്കാരും ഞങ്ങൾ ശ്രമിക്കുകയാണ്. നമുക്ക് ജയിച്ച് വന്നേ പറ്റുള്ളൂ. ഈ വാർഡിൻ്റെ വികസനം നമുക്ക് അത്യാവശ്യമാണ്. ഇതിനുണ്ട് CPIക്കാരും BJPക്കാരും എല്ലാം നിന്നിട്ടുണ്ട്. അവരൊന്നും പറയുന്ന വാക്കല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ വന്നാൽ ഞങ്ങളെല്ലാം അവർക്ക് വേണ്ടി ഞങ്ങൾ 24 മണിക്കൂറും ഞാൻ അവരെ ഒപ്പം കാണും. ഞാൻ ഈ വാർഡിൽ പത്രമൊക്കെ ഇട്ട് ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നേരം വിളക്കുമ്പോൾ 3:30 ഞാൻ ഇറങ്ങി. ഓരോരുത്തർക്കും എന്നെ അറിയാൻ. ഞാൻ വന്നു കഴിഞ്ഞാൽ ഡ്രെയിനേജിൻ്റെ പണി, കുടിവെള്ളം നമ്മുടെ ബുദ്ധിമുട്ടാണ്. അത് ബസ് സർവീസ്, ഒരു ജിമ്മ്, ഞങ്ങളെ കയ്യിൽ ഒരുപാട് ആശയങ്ങൾ ഞങ്ങളിലുണ്ട്. അതെല്ലാം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിറവേറ്റിയിരിക്കും. എല്ലാ പാർട്ടിക്കാരും പറയുമ്പോഴത്തെ വാക്കല്ല ഞാൻ പറയുന്നത്. ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നിവാസികളും എനിക്ക് ഒരു പ്രാവശ്യം ഏറ്റവും ജീവിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ആവശ്യം. എൻ്റെ പാർട്ടിക്കാരെ ആവശ്യമാണ്. അവർക്കൊപ്പം 24 മണിക്കൂർ ഞാൻ മീറ്റിങ്ങോ അവരെല്ലാം പ്രസംഗിക്കുമ്പോഴോ അപ്പോഴും വരാം. പറയേണ്ട കാര്യമില്ല.